ഹായ്, ഇന്ന് നമുക്ക് കേരള സ്റ്റൈൽ അവിയൽ ഉണ്ടാക്കാം. അവിയൽ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: വാഴക്ക, പയറ്, വെളിച്ചെണ്ണ, തൈര്, ക്യാരറ്റ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മുരിങ്ങക്കായ, ചേന, കയ്പ, പച്ചമുളക്, ഇഞ്ചി, ജീരകം, ഉപ്പ്, തേങ്ങ ചിരവിയത്. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ അവിയലിന് വേണ്ട പച്ചക്കറികളെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ആദ്യം തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന, മുരിങ്ങക്കായ, കയ്പ. അവിയലിന് സാധാരണയായി പച്ചക്കറികളെല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. വാഴക്ക, നീളൻ പയർ, ക്യാരറ്റ്, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 3-4 പച്ചമുളക് മതി. എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 6-7 ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 1/4 സ്പൂൺ മതി. അല്പം വെള്ളവും ഒഴിച്ച്, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെക്കും. നന്നായി മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് പച്ചക്കറി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക. വെജിറ്റബിൾസ് പാകമാകുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ തേങ്ങ, ജീരകം, ഇഞ്ചി എന്നിവയാണ് ആവശ്യം. തേങ്ങയിലേക്ക് 1 സ്പൂൺ ജീരകം, 1 കഷ്ണം ഇഞ്ചി ഇവ ചേർത്ത് അരച്ചെടുക്കുക. അരപ്പ് കറിയുടെ അത്രയും പാകത്തിൽ അരയേണ്ടതില്ല, അത് അരച്ച് വെക്കുക. തേങ്ങ ഏകദേശം ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തത്. വെജിറ്റബിൾസ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് മൂടി വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. അത് ഉടയാതെ നോക്കണം. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇടാം. അരപ്പിൻ്റെ കൂടെ നമുക്ക് തൈരും ഒഴിക്കാം. ഏകദേശം 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. വെജിറ്റബിൾസ് ഉടയാതെ നോക്കണം. ഇളക്കുമ്പോൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയ ശേഷം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം.
ഇതൊന്ന് ചൂടാക്കുക. ഒന്ന് നന്നായി ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി അവിയൽ തയ്യാറായി. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ അവിയൽ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്യണം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളൊരു വിഭവമാണ്. ഈ വിഭവം ഉണ്ടാക്കിയ ശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.